ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വൈബ്രന്റ് ലൈഫ്. ഇതിപ്പോ ഈ വീഡിയോ നമ്മൾ വളരെ നാളത്തെ ഗ്യാപ്പിന് ശേഷമാണ് ചെയ്യുന്നത്. ഇത് ഒരു മൂന്നാർ ട്രിപ്പാണ്. ഈ സമ്മർ വെക്കേഷനിൽ നമ്മൾ നാട്ടിൽ പോയപ്പോൾ ഫാമിലി ആയിട്ട് മൂന്നാർ പോയതാണ്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസും എക്സ്പീരിയൻസും ഒക്കെ ഈ വീഡിയോയിൽ കാണാം. എല്ലാവരും കണ്ടിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. രാവിലെ ഒരു 6 മണിയോട് കൂടിയാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. നമ്മൾ ഇരിഞ്ഞാലക്കുടയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. അതിന് പോരുന്ന വഴിക്ക് നമ്മൾ അങ്കമാലി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു. ഒരു ഉടുപ്പി ഹോട്ടലിൽ നിന്നൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നമ്മൾ പിന്നെ സ്റ്റാർട്ട് ചെയ്തത്. ഈ വഴിയിൽ ഇടയ്ക്കിടയ്ക്ക് വർക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു സൈഡിൽ എക്സ്റ്റൻഷൻ വർക്ക് നടക്കുന്നതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്ന അത്ര ഒരു സ്പീഡിൽ പോകാൻ പറ്റില്ല. അത് കാരണം നമ്മൾ ആ ടൈമൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വരേണ്ടി വരും. ഇപ്പം നമ്മൾ ഈ ബ്രിഡ്ജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിമാലി സ്റ്റേഷൻ ലിമിറ്റ്സിലേക്കാണ് കിടക്കുന്നത്. ഇപ്പൊ സമയം 9:30 ആയിട്ടുണ്ട്. അങ്ങനെ നമ്മളുടെ ആദ്യത്തെ സ്പോട്ട് എത്തിയിരിക്കുകയാണ് ചീയപ്പാറ വാട്ടർഫാൾസ്. മൂന്നാറിലേക്ക് പോണ ഒരുവിധം എല്ലാവരും ഇവിടെ തന്നെ നിർത്തി ടൈം സ്പെൻഡ് ചെയ്യുന്നതാണ്. സമ്മറിൻ്റെ അവസാനമാണെങ്കിലും മഴ പെയ്യുന്നുണ്ട്. വാട്ടർ ഫോൾസ് ചെറുതായിട്ട് ഒന്ന് ആക്റ്റീവാണ്. കുറച്ചും കൂടി മഴക്കാലമാകുമ്പോൾ നല്ലതായിട്ട് ഫോഴ്സ് ആയിട്ട് വരും. അപ്പോൾ പിന്നെ ഇവിടെ ഈ താഴത്തെ ഭാഗത്തൊക്കെ നിറയെ വെള്ളമായിരിക്കും. ഇത് പല മൂവീസിലുമൊക്കെ ഉള്ള ഒരു സ്പോട്ട് തന്നെയാണ്. അതുമാതിരി ഇവിടെ അത്യാവശ്യം നല്ലൊരു വാഷ്റൂം ഫെസിലിറ്റി ഉണ്ട്. ഇപ്പോൾ ഫാമിലിയായി വരുന്നവർക്കൊക്കെ ഒന്ന് പോകണമെങ്കിൽ നല്ല ഒരു ഓപ്ഷനാണ്. നമ്മൾ 2 കാറിലാണ് 2 ഫാമിലിയായിട്ട് വന്നിരിക്കുന്നത്. ഇവിടെ ചെറിയ ഷോപ്പുകളൊക്കെ ഉണ്ട്. ക്യാപ്സും അങ്ങനെ എന്തെങ്കിലുമൊക്കെ മേടിക്കാനൊക്കെ ആയിട്ട് ഓക്കെയാണിത്. മൂന്നാർ ടൗണിലേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ ഈ ടീ പ്ലാന്റേഷൻസ് ഒക്കെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു എക്സൈറ്റ്മെൻ്റ് ആണ്. മൂന്നാർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഈ ഒരു ടീ പ്ലാന്റേഷനും ഈ ഒരു പച്ച പരവതാന വിരിച്ച പോലെയുള്ള സ്ഥലങ്ങളൊക്കെ അല്ലേ. ഞങ്ങളപ്പോൾ ഇവിടെ ഒന്ന് നിർത്തി കുറച്ച് നേരം ഒന്ന് നോക്കായിരുന്നു. ഇവിടുത്തെ ഭംഗിയൊക്കെ ഒന്ന് നോക്കായിരുന്നു. കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കായിരുന്നു. കുറേ ആൾക്കാരൊക്കെ റോഡ് സൈഡിൽ നിർത്തി ഇങ്ങനെ ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളുടെ ഹോട്ടൽ ബുക്ക് ചെയ്തിരിക്കുന്നത് മൂന്നാർ ടൗൺ കഴിഞ്ഞ് ഗ്യാപ്പ് റോഡിലാണ്. അതൊരു ഫോറസ്റ്റ് ഏരിയ പോലത്തെയാണ്. അത് കണ്ടപ്പോൾ നല്ല രസം തോന്നിയിട്ടുണ്ടായിരുന്നു. അവിടെ താമസിക്കുന്ന ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. പിന്നെ അവിടെ ബാർബിക്യൂ ഫെസിലിറ്റി ഒക്കെ ഉണ്ടെന്നാണ് വിളിച്ചു വെച്ച് പറഞ്ഞത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചിക്കനും ചാർക്കോളൊക്കെ വാങ്ങി കൊണ്ടുപോകണമെങ്കിൽ പിന്നെ വേറെ അധികം എക്സ്പെൻസ് ഇല്ല. നമ്മൾ ചിക്കൻ അവിടെ കൊടുത്താൽ മതി, അവർ മാരിനേറ്റ് ചെയ്ത് തരും. പിന്നെ ബാർബിക്യൂൻ്റെ എല്ലാതും കൊണ്ടുവയ്ക്കുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ നമ്മുടെ സെക്കൻഡ് സ്പോട്ട് എത്തിയിരിക്കുകയാണ്. ഇതാണ് ബ്ലോസം ഹൈഡൽ പാർക്ക്. അപ്പോൾ ഇവിടെ അത് മൂന്നാർ ടൗണിൽ എത്തുന്നതിന് മുന്നേ തന്നെയാണ് കേട്ടോ. നമ്മളിവിടെ എത്തിയപ്പോൾ അത് നോക്കായിരുന്നു ഇവിടെ കയറണ വേണ്ടതെന്ന്. കണ്ടപ്പോൾ ഇങ്ങനെ ഒരു ചെറിയൊരു പാർക്ക് പോലെ തോന്നിയേ. ഇവിടെ ചാർജ് നോക്കിയപ്പോൾ 80 റുപ്പീസാണ്. പിന്നെ പാർക്കിങ്ങും ഫെസിലിറ്റീസ് ഉണ്ട്. പാർക്കിങ്ങിനും എത്ര 50 റുപ്പീസ് ഉണ്ട് കേട്ടോ. നമ്മൾ അകത്ത് കയറിയപ്പോഴാണ് മനസ്സിലായത് ഇവിടെ നല്ല ഓപ്ഷനാണിത്. ഇവിടെ കുറേ പൂക്കളും നല്ല ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുമാതിരി കാണാൻ നല്ല ഭംഗിയുണ്ട്. കുറേ സ്റ്റാച്യൂസ് ഉണ്ട്, റോക്കുകളുണ്ട്, പിന്നെ കുറേ കളിക്കാനുള്ള ഇതുണ്ട്, പാർക്കുകളുണ്ട്, ഒരു ചെറിയ ടവർ പോലെ ഉണ്ട്. അങ്ങനെയൊക്കെ ആയിട്ട് നല്ല ഒരു ആംബിയൻസ് ആയിരുന്നു. ഫോട്ടോജനിക്കായ കുറേ ഓപ്ഷൻ നമുക്ക് ലൊക്കേഷൻസ് ഉണ്ട്. ഞങ്ങളിവിടെ നടക്കുമ്പോഴാണ് കണ്ടത് ഒരു ടീം ഡാൻസ് വീഡിയോ എടുക്കണ്ടായിരുന്നു. അപ്പോൾ വിചാരിച്ചു നമുക്കൊരു കൈ നോക്കിയാൽ എന്താണ്. मौसम हो
പാർക്കിൽ കുറച്ച് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്തിട്ടാണ് ഇറങ്ങിയത്. അപ്പോഴേക്കും സമയം 2 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ലഞ്ച് കഴിക്കാനുള്ള ഓപ്ഷൻസ് നോക്കാം. അപ്പോൾ എന്തായാലും അടുത്തത് ഹോട്ടലിലേക്ക് പോകാനായിരുന്നു പ്ലാൻ. അപ്പോൾ അവിടെ വിളിച്ചു വെച്ചപ്പോൾ അവർ പറഞ്ഞത് മൂന്നാർ ടൗണിൽ നിന്ന് തന്നെ കഴിച്ചു വരാനാണ് പറഞ്ഞത്. കാരണം ഈ ഗ്യാപ്പ് റോഡും പിന്നെ ഹോട്ടലിൻ്റെ അടുത്തൊന്നും അങ്ങനെ റെസ്റ്റോറൻറ്റ്സ് ഇല്ല എന്ന് പറഞ്ഞു. അത് കാരണം ഞങ്ങൾ മൂന്നാർ ടൗണിൽ തന്നെ ഒരു ഹോട്ടലിൽ നിന്നാണ് കഴിച്ചത്. കുഴപ്പമുണ്ടായിരുന്നില്ല, ഫുഡ് നല്ലതായിരുന്നു. അപ്പോൾ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങോട്ട് പോകുന്നത്. ഈ ഗ്യാപ്പ് റോഡ് മൂന്നാറിലെ ഒരു സീനിക് സ്പോട്ടാണ്, വളരെ ഫേമസ് ആണല്ലോ. ഈ ടീ പ്ലാന്റേഷൻസിൻ്റെ ഇടയിൽ കൂടെയുള്ള റോഡിൽ കൂടെ പോകാന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഇന്നത്തെ ക്ലൈമറ്റ് നല്ല തന്നെയാണ്. ഒരു ചെറിയൊരു മോഡലായിട്ട് നിൽക്കുന്ന ചെറിയ മഴയുണ്ടായിരുന്ന ഇടയ്ക്ക്. ഇപ്പോൾ നല്ല ക്ലിയർ ആണ്. അതിൽ കൂടെ അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം കണ്ടിട്ട്. ഈ ട്രിപ്പിൽ നമ്മൾ ഓടി നടന്ന സ്ഥലങ്ങൾ കാണാനായിട്ട് പ്ലാൻ ചെയ്തിട്ടില്ല. മറിച്ച് നമ്മൾ ഫാമിലി എല്ലാവരും കൂടിയും കുറച്ച് നല്ല ടൈം സ്പെൻഡ് ചെയ്യണം, നല്ല മെമ്മറീസ് ഉണ്ടാക്കുക. അതാണ് മെയിൻ ഉദ്ദേശം. ഇപ്പം നമ്മൾ ഈ കാണുന്ന വ്യൂ ഇല്ലേ, ഇതേപോലത്തെ വ്യൂ ആണ് മൂന്നാറിൽ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ ഗൂഗിളിൽ കാണാം. താഴെ നല്ല പച്ചപ്പുള്ള തേയിലത്തോട്ടങ്ങളും അതിൻ്റെ ഇടയിൽ കൂടെ ചെറിയ ചെറിയ വഴികളും മുകളിൽ നല്ല ബ്ലൂ സ്കൈയും ഒക്കെ ആയിട്ട് ഒരു മനോഹരമായ വ്യൂ ആണ്. ഇത് തന്നെയാണ് മൂന്നാറിനെ സുന്ദരമാക്കണതും. ഇവിടെ നമ്മൾ എത്ര നേരം നിന്നാലും മതിയാവില്ല, അതുപോലത്തെ വ്യൂ ആണ് ഇവിടെ. അതിൻ്റെ കൂടെ ഈ തണുത്ത കാറ്റൊക്കെ ആകുമ്പോഴല്ല ഒരു പ്രത്യേക ഫീലാണ്. ഞങ്ങൾ കുറേ നേരം ഇവിടെ സ്പെൻഡ് ചെയ്തു. അതിൻ്റെ കൂടെ തന്നെ കുറേ നമ്മൾ ഫോട്ടോസ് എടുത്തു. നല്ല ബെസ്റ്റ് ഫോട്ടോ വ്യൂസ് ആണ് ഉള്ളത് ഇവിടെ. ഈ ഗ്യാപ്പ് റോഡിൽ കൂടെ പോകുമ്പോൾ പല സ്ഥലങ്ങളിലും ഫോട്ടോ പോയിന്റ്സ് ഉണ്ട്. അപ്പോൾ അവിടെ ഫോട്ടോഗ്രാഫേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ചിലയിടത്തൊക്കെ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ എത്ര അവർ ചാർജ് ചെയ്യുന്നുണ്ട്, 50 100 ചാർജ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ തേയിലത്തോട്ടത്തിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങാൻ പറ്റും. അവിടെ നിന്നിട്ട് അങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഫോട്ടോ എടുക്കാം. അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ സമയം ഒരു 4:30 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇവിടെ എത്തിയപ്പോഴേക്കും കോട ഇങ്ങനെ ഇറങ്ങണത് കാണാം. അപ്പോൾ നമ്മൾ ഇനി മുകളിലേക്ക് പോകുന്നതോറും നല്ല തണുപ്പായിരിക്കും. അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റിലാണ് ഞങ്ങളെല്ലാവരും. ഈ ഗ്യാപ്പ് റോഡിൽ കൂടെ ഇങ്ങനെ നമ്മൾ പോയി ആ കാണുന്ന റോഡൊക്കെ കറങ്ങി ആ മലയുടെ അപ്പുറത്തെ സൈഡിലെത്തണം. അവിടെയാണ് നമ്മുടെ ഹോട്ടൽ. അപ്പോൾ ഈ ഒരു കോട ഇറങ്ങണതും ഇപ്പോഴത്തെ ഒരു നല്ലൊരു തണുത്ത അന്തരീക്ഷ, അപ്പം അതൊക്കെ കാണുമ്പോൾ എന്തായാലും ഉള്ളൊരു പ്രതീക്ഷ എന്ന് വെച്ചാൽ രാത്രി നല്ല തണുപ്പായിരിക്കും. ഈ ഒരു സമ്മറിൽ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് കിട്ടുന്നത് ഭാഗ്യം എന്നാണ് വിചാരിക്കുന്നത്. ഇവിടെ ജക്കരാന്ത എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്ലവർ, ഒരു വയലറ്റ് കളറിലുള്ളത് നെറ്റിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അതങ്ങനെ കാണാമെന്ന് വിചാരിച്ച് വന്നപ്പോൾ പക്ഷെ അങ്ങനെ നമുക്ക് കാണാൻ കിട്ടിയില്ല കേട്ടാ. 1-2 ട്രീം അങ്ങനെ കണ്ടു അങ്ങനത്തെ ഒരു വയലറ്റ് കളർ. പക്ഷെ അത് ജക്കരാന്ത അല്ലാന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ അതിൻ്റെ സീസൺ കഴിഞ്ഞോന്ന് അറിയില്ല. ഈ റോഡിൽ അധികം ട്രാഫിക് ഇല്ല കേട്ടാ. അത് കാരണം നമുക്ക് വ്യൂസ് ഇങ്ങനെ ആസ്വദിച്ച് പോവാം. കാലത്ത് നമ്മൾ പോരുമ്പോൾ അങ്കമാലിയിലൊക്കെ ഉണ്ടല്ലോ നല്ല ട്രാഫിക് ഉണ്ട്. നമ്മൾ നേരത്തെ ഇറങ്ങിയോണ്ട് പിന്നെ അത്രയ്ക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അവിടെ അങ്കമാലി ആ സൈഡിലൊക്കെ അണ്ടർഗ്രൗണ്ടും മറ്റേ വർക്ക് നടക്കുന്നതുകൊണ്ടൊക്കെ ഉണ്ട് ട്രാഫിക് ഭയങ്കരമാണ്. അത് കാരണം ആ ഒരു ടൈമിങ് കൂടി കണക്കിലെടുത്തിട്ടൊക്കെ വേണം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ. നേരത്തെ ഇറങ്ങുകയാണെങ്കിൽ അധികം ട്രാഫിക് ഇല്ലാതെ നമുക്ക് കവർ ചെയ്യാൻ പറ്റും അവിടെയൊക്കെ. നമ്മളിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓരോടത്ത് നിർത്തിനായിട്ട് പോണത്. കാരണം ഇങ്ങനെ ഓരോ സ്ഥലങ്ങൾ കാണുമ്പോൾ തോന്നും ഇവിടെ ഒന്നും കൂടി ഇറങ്ങാം, ഇവിടെ ഇറങ്ങാമെന്ന്. അങ്ങനെ ഇതും അത് അടുത്തൊരു മനോഹരമായ വ്യൂ. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു 5 മണിക്ക് ആയിട്ടുണ്ട്. നല്ല തണുത്ത കാറ്റ് മാത്രമല്ല നല്ല തണുപ്പുണ്ട് കേട്ടോ. ഇവിടെ മൂന്നാറിൽ ഇത്ര തണുപ്പുണ്ടാവുമെന്ന് വിചാരിച്ചില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കാറ്റടിക്കുമ്പോൾ ഇങ്ങനെ വിറച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ മുകളിലേക്ക് നോക്കിയാൽ ശരിക്കും കാണാം കോട ഇറങ്ങണതും
അതൊക്കെ ആ മലയുടെ മുകളിൽ നിന്ന് ഇങ്ങനെ കാണാട്ടാ. അപ്പോൾ ഇന്ന് രാത്രി എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അതിൻ്റെ കൂടെ ആ തണുപ്പിൻ്റെ കൂടെ ബാർബിക്യൂ ഒക്കെ ഉണ്ടാക്കി നല്ലൊരു ടൈം സ്പെൻഡ് ചെയ്യാം. അങ്ങനെ ഒരു നല്ല എക്സ്പീരിയൻസ് ആവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ മലയൊക്കെ കടന്ന് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഗ്രേറ്റ് എസ്കേപ്സ് റിസോർട്ട്. ഇവിടെയാണ് റൂം ബുക്ക് ചെയ്തിരിക്കുന്നത്. ഇതാണ് റിസോർട്ടിൻ്റെ റിസപ്ഷൻ. ഇവിടെ തന്നെയാണ് റെസ്റ്റോറൻറ്റും കൂടി ഉള്ളത് കേട്ടോ. ഇത് ശരിക്കും ഒരു മലയുടെ സൈഡിലാണ്. ഇതിന് താഴേക്ക് ഇങ്ങോട്ട് ചെരുവാണ്. അവിടെയാണ് കോട്ടേജുകളൊക്കെ. കാരണം ജീപ്പിലാണ് ഇവർ നമ്മളെ താഴെ കൊണ്ടാക്കുക. നടന്നും പോവാം, പക്ഷെ കുറച്ച് സ്ലിപ്പറിയാണ്. അതുമാതിരി പ്രായമുള്ളവർക്കാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കടക്കാനായിട്ട്. നമ്മൾ ഇവിടെ നിന്ന് നല്ല വ്യൂ ആണ് ഇങ്ങോട്ട് താഴേക്ക്. അതുമാതിരി ഇവിടെ കോട്ടേജുകൾ കാണാം. നാളെ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇങ്ങോട്ടാണ് വരേണ്ടത്. രാത്രി ഡിന്നറിന് വേണമെങ്കിൽ അവർ റൂമിലേക്ക് സെർവ് ചെയ്യും. അപ്പോൾ അവർ വിളിച്ചു കഴിഞ്ഞാൽ ജീപ്പായിട്ട് താഴേക്ക് വരാമെന്നാണ് പറഞ്ഞത്. നമ്മളൊരു 7:30 സ്റ്റാർട്ട് ചെയ്താണ് ബാർബിക്യൂ കത്തിക്കാനൊക്കെ ആയിട്ട്. കുറച്ച് നേരം ട്രൈ ചെയ്തിട്ടും ശരിക്കും കത്തുണ്ടായിരുന്നില്ല. തണുപ്പ് കാരണമെന്ന് തോന്നുന്നുണ്ട്. കഴിഞ്ഞാൽ നമ്മൾ ഹോട്ടൽ സ്റ്റാഫിനെ വിളിച്ചപ്പോൾ അവർ വേഗം വന്നു കേട്ടോ. അവർ വന്ന് ഹെയർ ഡ്രയറൊക്കെ കൊണ്ടുവന്ന് ഒന്ന് ചൂടാക്കി എല്ലാം ചെയ്തു. അവരെന്നെ നിന്ന് ശരിക്ക് കത്തിച്ച് തന്നു. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ബാർബിക്യൂ ഒക്കെ ചെയ്തു. നല്ല ടേസ്റ്റായിരുന്നു. ആ ഒരു തണുപ്പത്ത് ഒരു ചില്ലിങ് തണുപ്പാണ്. അതിൻ്റെ കൂടെ ഈ ബാർബിക്യൂവിൻ്റെ സൈഡിൽ നിൽക്കുമ്പോൾ ഒരു ചൂടും ആ ബാർബിക്യൂ ചിക്കൻ കഴിക്കാനുള്ളവരുണ്ടല്ലോ, ആ ഒരു എക്സ്പീരിയൻസ് തന്നെ ശരിക്കും അനുഭവിക്കണം. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. രാവിലെ കുറച്ച് നേരത്തെ തന്നെ എണീറ്റു ഈ റിസോർട്ടൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ട്. കാരണം ഇതും ശരിക്കൊരു വെറൈറ്റി തന്നെയാണ് ഇവിടുത്തെ വ്യൂസും. പക്ഷെ അതുപോലെ ശരിക്കൊരു ഒരു മല തന്നെയാണിത്. അതിൻ്റെ സൈഡിലാണ് ഉള്ളത്. അങ്ങോട്ട് കയറി വരുമ്പോഴേക്കും തന്നെ വയ്യാതെ. മൊത്തം 4 റൂമുകളാണ് നമ്മൾ ബുക്ക് ചെയ്തത് കേട്ടോ. അപ്പോൾ ഒരു കോട്ടേജിൽ 3 റൂംസാണ് ഉള്ളത്. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ 3 റൂംസും അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു റൂമും, ഒരു കോട്ടേജിൽ ഒരു റൂമായിട്ടാണ് നമ്മൾ ഉണ്ടായിരുന്നത്. നമുക്കിപ്പോൾ ഇത് ഡയറക്റ്റ് ബുക്കിംഗ് ആയിരുന്നു. അവർ നേരിട്ട് വിളിച്ച് ചെയ്തിട്ട് ഒരു 3000 റുപ്പീസിന് റൂംസ് കിട്ടിയിട്ടാ. നല്ല ഓൺലൈനേക്കാളൊക്കെ കുറവിന് തന്നെയായിട്ട് നേരിട്ട് വിളിച്ച് കിട്ടിയത്. ഇനി എല്ലായിടത്തും ഒന്ന് ശരിക്കും എക്സ്പ്ലോർ ചെയ്യണം. അപ്പോൾ ഇവിടെ അങ്ങനെ കുറേ വ്യൂ പോയിന്റ്സ് ഉണ്ട്, റോക്സ് ഉണ്ട്, അങ്ങനെ കാണാനായിട്ടുണ്ട്. അതുപോലെ ഇവിടുത്തെ പക്ഷികളുടെ സൗണ്ടൊക്കെ ഉണ്ടല്ലോ, ഒരു പ്രത്യേക ഒരു വൈബാണ് കേട്ടോ. ഇവിടെ ഒരു ട്രീ ഹൗസ് ഉണ്ട്. ഒരു കോട്ടേജ് ട്രീ ഹൗസ് ആണ്. മൊത്തം 19 കോട്ടേജസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അതുപോലെ ഇവിടുത്തെ വാച്ച് ടവർ ആണിത്. ഇതിൻ്റെ മുകളിൽ കയറിയാൽ നമുക്ക് ഇവിടെ മൊത്തം കാണാം. അപ്പോൾ ഇവിടെ കയറിയപ്പോൾ ഉണ്ടല്ലോ ഒരു നല്ലൊരു വ്യൂ ആണ്. കാലത്ത് തന്നെ തണുപ്പും അതിൻ്റെ കൂടെ ഈ ക്ലൗഡ്സ്. നമ്മൾ ശരിക്കും ക്ലൗഡ്സിൻ്റെയൊക്കെ മുകളിലാണ്. അത് നമുക്ക് കാണുമ്പോൾ ശരിക്കും മനസ്സിലാവും. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞിട്ട് ഒരു 10:30 റൂമിൽ നിന്ന് ഇറങ്ങി. ഇന്നത്തെ ആദ്യത്തെ സ്പോട്ട് കാർമൽഗിരി ബൊട്ടാണിക്കൽ ഗാർഡൻ. ഇത് സൗത്ത് ഇന്ത്യാസ് ബിഗ്ഗസ്റ്റ് കാക്ടസ് ഗാർഡൻ എന്നാണ് അവർ പറയുന്നത്. നമുക്കിനി ഉള്ളിൽ കയറി നോക്കാം. ഇവിടെ ടിക്കറ്റ് ഉണ്ട്. ഒരാൾക്ക് 50 റുപ്പീസാണ്. നമ്മൾ ഇതുവരെ കാണാത്ത കാക്ടസിൻ്റെ ഉണ്ടല്ലോ പലതരം വെറൈറ്റീസ് ഉണ്ട് ഇവിടെ, പല ടൈപ്പിലും പല ഷേപ്പിലായിട്ട്. അതുപോലെ തന്നെ പ്ലാന്റ്സും പല എക്സോട്ടിക് ഐറ്റംസ് ഉണ്ട്. അതായത് വെച്ചാൽ മൃതസഞ്ജീവിനി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടല്ലോ, അതിൻ്റെയൊക്കെ പ്ലാന്റ്സ് ഉണ്ട്. ഇവിടെയുള്ള ചോക്ലേറ്റ് ഫാക്ടറിയിൽ നിന്നും സ്പൈസ് ഫാക്ടറിയിൽ നിന്നൊക്കെ കുറച്ച് ഐറ്റംസ് ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലത്തെ ആ കാർഡമം, ക്ലോവ്സ് അതൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ സ്മെല്ലും ആ ഒരു ടേസ്റ്റും ശരിക്കും ഡിഫറെൻ്റ് തന്നെയാണ് കേട്ടോ. അത് ശരിക്കും എല്ലാവരോടും റെക്കമെൻഡ് ചെയ്യും ഇവിടെ നിന്ന് വാങ്ങിക്കാനായിട്ട്. ഇവിടെ അടുത്ത സ്റ്റോപ്പ് മാട്ടുപ്പെട്ടി ഡാം, പിന്നെ അങ്ങനെ ടോപ്പ് സ്റ്റേഷൻ റൂട്ടാണ് പ്ലാൻ ചെയ്തത്. പക്ഷേ ഇവിടെ ഭയങ്കര ബ്ലോക്കായിരുന്നു. വെക്കേഷൻ്റെ തോന്നുന്നുണ്ട്, നല്ല ബ്ലോക്കായിരുന്നു. അത് കാരണം നമ്മൾ അങ്ങോട്ട് പോയില്ല. തിരിച്ച് മൂന്നാർ ടൗണിൽ വന്ന് അവിടുന്ന് ലഞ്ച് കഴിച്ച്
അടുത്തത് ആറ്റുകാട് വാട്ടർഫാൾസിലേക്ക് വരാമെന്ന് വെച്ചു. നമ്മൾ ഈ കാണുന്ന മലയുണ്ടല്ലോ, ഇത്ര നേരം നമ്മൾ മുകളിലുണ്ടായിരുന്ന ഈ മലയുടെ താഴേക്ക് എത്തണം. ഈ വഴി എന്ന് വെച്ചാൽ ചെറിയ വഴിയാണ്, പക്ഷെ നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് ഡ്രൈവ് ചെയ്ത് ഇറങ്ങാനായിട്ട്. ഓപ്പോസിറ്റ് വണ്ടി വന്നാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് ഒതുക്കി നിർത്താനൊക്കെ. നമ്മളിവിടെ താഴെ എത്തിയപ്പോഴും അതെ, എവിടെയും പാർക്കിംഗ് അങ്ങനെ ഫെസിലിറ്റി ഇല്ല. നമ്മൾ ഒതുക്കി ഇടണം, അല്ലെങ്കിൽ ബ്രിഡ്ജ് ക്രോസ് ചെയ്തിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഇടണം. മഴയൊക്കെ പെയ്ത് തുടങ്ങുന്നതുകൊണ്ട് ചെറുതായിട്ട് വാട്ടർഫോൾസ് ആണ് ഉള്ളത്. പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഇവിടെ നിന്ന് നോക്കുമ്പോഴുണ്ടല്ലോ, നമ്മൾ ആ മുകളിൽ മലയും അതിൻ്റെ അവിടെ നിന്ന് വെള്ളം വരുന്നതൊക്കെ കാണാം. വൈകുന്നേരത്തോടുകൂടി നമ്മൾ മൂന്നാറിൽ നിന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ ഇടയ്ക്ക് നല്ല മഴയും കിട്ടി. അതുപോലെ തന്നെ ഉണ്ടല്ലോ, ഈ റോഡ് ഇപ്പോൾ വർക്ക് നടക്കുന്നതുകൊണ്ട് അധികം ഇവിടെ സ്ട്രീറ്റ് ലൈറ്റ്സ് ഇല്ല, സൈൻ ബോർഡ്സ് ഇല്ല. അതെല്ലാം കുറച്ച് ബുദ്ധിമുട്ടാവും കേട്ടോ മഴയുടെ കൂടെ വണ്ടി ഓടിക്കാനായിട്ട്. വണ്ടിക്ക് ഫോഗ് ലാമ്പും ഉള്ളതൊക്കെ ഉള്ളതാണ് നല്ലത്. ഇനി പോണ വഴിക്ക് നമ്മൾ എവിടെയെങ്കിലും നിർത്തി ഡിന്നർ കഴിക്കണം. രാത്രി ഒരു 12 മണിയോട് കൂടിക്കേറ്റവും നമ്മൾ വീട്ടിലെത്തുന്നത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.